നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജിനെ ഭരണഘടന സാധുത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. പിന്നെ പഞ്ചായത്തി രാജ് എന്ന ടേം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4-ലാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ, നാഗൂർ ജില്ല. പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1959 ഒക്ടോബർ 2-നാണ്. പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നരസിംഹറാവു ഗവൺമെൻറ് പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1991 സെപ്റ്റംബറിലായിരുന്നു. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായ വർഷം 1992 ഡിസംബർ 22-നായിരുന്നു. ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സായ വർഷം 1992 ഡിസംബർ 23-ന്. ഈ ലോക്സഭയിൽ പാസ്സാക്കിയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ രാജ്യസഭയിൽ പാസ്സാക്കി കഴിഞ്ഞു. 73-ാം ഭരണഘടന ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നു. 1993 ഏപ്രിൽ 24-നായിരുന്നു നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24-നാണ്. എന്നാണ് ഏപ്രിൽ 24-നാണ് നമ്മൾ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്. പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും കേട്ടോ, പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണമാണ് 50%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണഘടനാ സമിതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം പൂർത്തിയാകുന്നതിനു മുൻപ് പിരിച്ചുവിടാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ നമുക്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജിൻ്റെ മെയിൻ കമ്മിറ്റികളിൽ പെടുന്നതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇതിലെന്താ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ CDP, 1952 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാൻ 1957-ലാണ് ഇന്ത്യ ഗവൺമെൻറ് ബൽവന്ത് റായ് മേത്തയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. എന്തിനു വേണ്ടിയാണ്? CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും എന്നിവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ് ബൽവന്ത് റായ് മേത്ത ആളുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി നിയമിച്ചു. അതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇതൊക്കെയായിരുന്നു ജില്ലാ പരിഷത്ത് എന്ന് വെച്ചാൽ ജില്ലാ തലത്തിൽ, പഞ്ചായത്ത് സമിതി അത് ബ്ലോക്ക് തലത്തിൽ, ഗ്രാമപഞ്ചായത്ത് വില്ലേജ് തലത്തിൽ. ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാനാണ് ജില്ലാ കളക്ടർ. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തനാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ജനതാ ഗവൺമെൻറ് 1977 ഡിസംബറിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്കായി നിയമിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1978-ലായിരുന്നു. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തെ ദ്വിതല പഞ്ചായത്തി രാജ് സംവിധാനമായി മാറ്റാൻ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. മണ്ഡല പഞ്ചായത്ത് 15,000 മുതൽ 20,000 വരെ മൊത്തം ജനസംഖ്യ വരുന്ന ഗ്രാമങ്ങളുടെ ഒരു ഗ്രൂപ്പ് അടങ്ങുന്ന പഞ്ചായത്താണ് മണ്ഡൽ പഞ്ചായത്ത്. അടുത്താണ് ഗ്രാമസഭ. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ് ഗ്രാമസഭ. വർഷത്തിൽ 2 തവണയെങ്കിലും ഗ്രാമസഭ വിളിച്ചു ചേർത്തിരിക്കണം. ഗ്രാമസഭ സമ്മേളിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ 14 വിഷുവിൻ്റെ ദിവസം. വിഷുവിൻ്റെ ദിവസം നമുക്ക് ചിലപ്പോൾ മാറാറുണ്ട്, 15-ലേക്ക് മാത്രം മാറാറുണ്ട്, ഇടയ്ക്ക് ചില വർഷങ്ങളിൽ മാത്രം. ഗ്രാമസഭ സമ്മേളിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ 14, ഒക്ടോബർ 3 എന്നീ തീയതികളിലാണ്. വർഷത്തിൽ 4 തവണ ഗ്രാമസഭ സമ്മേളനം നടക്കാറുള്ള സംസ്ഥാനങ്ങളാണ് ആസാം, ഗോവ, തമിഴ്നാട്, കേരളം, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവ.
കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ ആകെ അംഗസംഖ്യയുടെ 1/10 ഗ്രാമസഭ ഒരു സ്ഥിര സമിതിയാണ്. 74-ാം ഭരണഘടന ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ നഗരപാലിക നിയമം ഭാഗം 9 കൂട്ടിച്ചേർത്തു. ഭരണഘടനയിൽ 12-ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. എന്താണ് ഈ നഗരപാലിക? അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇന്ത്യയിൽ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് മദ്രാസിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ് മദ്രാസ്. മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് 1726. 1826 PV നരസിംഹറാവു ഗവൺമെൻറ് നഗരപാലിക ബിൽ ലോകസഭയിൽ പാസാക്കിയ വർഷമാണ് 1991. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മീഷനുകൾ നമുക്ക് നോക്കാം. 1957 ബൽവന്ത് റായ് M. മേത്ത കമ്മീഷൻ. അതിലെന്താണെന്ന് പറയും? ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. രാജസ്ഥാനിലാണ് 1959 ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. അടുത്തതാണ് 1963 സന്താനം കമ്മീഷൻ. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ മേൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷനാണ് സന്താനം കമ്മീഷൻ. അടുത്തത് 1964 സാദിഖ് അലി കമ്മീഷൻ. ഇതെന്താ പറയുക? രാജസ്ഥാനിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ. 1974 അടുത്താണ് 1974 GL വ്യാസ് കമ്മീഷൻ. ഇതിലെന്താ പറയുക? പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനായിരുന്നു GL വ്യാസ് കമ്മീഷൻ. അടുത്തത് 1977 അശോക് മേത്ത കമ്മീഷൻ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് അശോക് മേത്ത കമ്മീഷൻ. ദ്വിതല പഞ്ചായത്തി രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അടുത്തത് 1985 GVK റാവു കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു GVK റാവു കമ്മീഷൻ. അടുത്തതാണ് 1986 ഡോക്ടർ LM സിംഗ്വി കമ്മീഷൻ. രാജീവ് ഗാന്ധി ആയിരുന്നു ഇത് കൊണ്ടുവന്നത്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് സിംഗ്വി കമ്മീഷൻ. പഞ്ചായത്തി രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന് നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷനാണ്. അടുത്തത് 1988 PK തുങ്കൻ കമ്മീഷൻ. ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണം സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് തുങ്കൻ കമ്മീഷൻ. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാസുധ നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർലമെൻ്ററി കോൺസുലേറ്റീവ് സബ് കമ്മിറ്റി. ലാസ്റ്റത്തെ ഒരു കമ്മീഷനാണ് VN ഗാഡ്ഗിൽ കമ്മീഷൻ 1988. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനായിരുന്നു ഗാഡ്ഗിൽ കമ്മീഷൻ. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തി രാജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിലെ മെയിൻ കമ്മീഷനുകളാണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, പിന്നെ സന്താനം, അശോക് മേത്ത, തുങ്കൻ കമ്മീഷൻ എന്നിവ നന്നായി പഠിക്കണം. ഓക്കെ, താങ്ക് യു.